ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതി ജഗദീഷ് ധൻഖർ പെട്ടെന്ന് തന്നെ രാജിവെക്കുന്നു. ഇനിയും 2 വർഷം കൂടി അദ്ദേഹത്തിന് ഔദ്യോഗിക കാലാവധി ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹം രാജ്യസഭയിലെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം പെട്ടെന്നാണ് അദ്ദേഹം രാജിക്കത്ത് കൊടുക്കുന്നത്. പശ്ചിമബംഗാൾ ഗവർണറായിരുന്ന ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പശ്ചിമബംഗാൾ ഗവൺമെന്റിന്റെ അനീതിക്കും മറ്റും അക്രമത്തിനൊക്കെ എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു ഗവർണറായി ഇരുന്നതിന് ശേഷമാണ് അദ്ദേഹം ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതിയാകുന്നത്. ജസ്റ്റിസ് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയത്തിന് അനുവാദം കൊടുത്തതിന് ശേഷം ഉടൻ തന്നെ അദ്ദേഹം രാജിക്കത്ത് നൽകുകയാണ് ചെയ്തത്. ദേശീയ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ രാജി വളരെ പ്രധാനമായി തന്നെ റിപ്പോർട്ട് ചെയ്തെങ്കിലും കേരളത്തിൽ VSന്റെ മരണം അതിൻ്റെ പുറകെ പോയ മാധ്യമങ്ങൾ പലതും ഈ ഒരു വാർത്തയ്ക്ക് അത്രയ്ക്ക് പ്രാധാന്യം കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ദേശീയ മാധ്യമങ്ങളാകട്ടെ ഇദ്ദേഹത്തിന്റെ രാജി വളരെ പ്രധാനമായ തലക്കെട്ടോടു കൂടി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും 2 വർഷം കൂടെ ബാക്കിയുള്ള അദ്ദേഹം സാധാരണ രീതിയിൽ ഭൂരിപക്ഷം വരുന്ന ഒരു ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള ഉപരാഷ്ട്രപതി രാജിവെക്കുകയും മറ്റും ചെയ്യുന്നത് അത്യപൂർവമാണ്. ഭാരതത്തിൽ കാലാവധി പൂർത്തിയാക്കാതെ രാജിവെക്കുക എന്ന് പറയുന്നത് അപൂർവമാണ്. അപ്പോൾ പുതിയ ആള് ആരായിരിക്കും, ആ സ്ഥാനത്തേക്ക് ഇനി ആരാണ് ഉപരാഷ്ട്രപതി എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. അതിൽ കേരളത്തെ സംബന്ധിച്ച് അതിൻ്റെ ഗൗരവതരം അല്ലെങ്കിൽ ഗൗരവം എടുത്തു പറയത്തക്ക ഒരു കാര്യം, കേരളത്തിൽ നിന്നുള്ള MP ആയിട്ടുള്ള മലയാളിയായ ശശി തരൂരിനെ ഈ ഒരു സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം. കാരണം ഇന്ന് ശശി തരൂരിന്റെ രാഷ്ട്രീയ നിലപാടുകളെല്ലാം BJP ഗവൺമെന്റിനും നരേന്ദ്രമോദിക്കും അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും വിദേശ കാര്യങ്ങളിലെല്ലാം തന്നെ ഡെലിഗേറ്റ്സ് ആയിട്ട് പോവുകയും അതിൻ്റെയൊക്കെ ചുമതല വഹിക്കുകയും ചെയ്യുന്നത് നരേന്ദ്രമോദി ഏൽപ്പിക്കുന്നത് പ്രധാനമായിട്ട്